ഒരു 100% സവർണ ഹൈന്ദവ രാഷ്ട്രമാക്കുക എന്നുള്ളത്. ഇതാണല്ലോ ഇസ്രായേലിന്റെ പരിപാടി. അത് തന്നെയാണ്. ആ ദ്രാവിഡ വംശത്തിൽ നിന്ന് തന്നെയാണ് ഇവിടെ ക്രൈസ്തവരും ഉണ്ടായത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വരമ്പത്ത് ബ്രാഹ്മണരെ പ്രീണിപ്പിച്ച് കൊട ചൂടി നിന്നതുകൊണ്ട് കുറച്ച് നിറം മെച്ചപ്പെട്ടു പോയി എന്നുള്ളത് മാത്രം. ഈ ഏഷ്യാനെറ്റ് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതിങ്ങനെ തന്നെയാണോ? പക്ഷെ വളരെ പെട്ടെന്ന് കേന്ദ്രത്തിലെ ഒരു മന്ത്രിയായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നഷ്ടപ്പെടാൻ താല്പര്യം ഉണ്ടാവില്ല. 50,000 ഭവനങ്ങൾ ഒന്നുകിൽ അഗ്നിക്കിരയാക്കി അല്ലെങ്കിൽ ആക്രമിച്ച് തകർത്തു. ചത്ത പശുവിന്റെ മുൻപിൽ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും നഗ്നരാക്കി നിർത്തി ചിത്രമെടുത്ത് പ്രചരിപ്പിച്ച് അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടുത്തെ കത്തോലിക്ക ബിഷപ്പിനെ കാണാൻ പോയി. ഈ സമയത്ത് അദ്ദേഹം ഇരുന്ന് കരയായിരുന്നു. തൃശ്ശൂർക്കാരൻ ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ സഭ പോലും അംഗീകരിക്കാൻ തയ്യാറായില്ല. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്തയാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധവും ഒക്കെ ആളുകൾ ഇവിടെ ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം, എന്തിനാണ് ഇപ്പോൾ ഐക്യദാർഢ്യത്തിന് ഒരു പരിഹാസമായിരുന്നു, സഭയ്ക്ക് നേരെയുള്ള ഒരു കുത്തിനോവിക്കലൊക്കെ പോലെ. എന്തിനാ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്? അടുത്ത ക്രിസ്മസിന് വിളിച്ച് നമുക്ക് പെരുന്നാളിന് ഡൽഹിയിൽ ഒന്ന് ആദരിച്ചാൽ പോരെ എന്നായിരുന്നു. ശരിക്കും ഉദ്ദേശിച്ചത് എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ പരിഹസിക്കാൻ തോന്നി ആ സമയത്ത്? സഭയുടെ ഇത്തരം സന്ദർഭങ്ങളിലുള്ള പ്രതികരണം വളരെ കൃത്യമാകേണ്ടതാണ്. അതിന് പകരം ഇത്തരം സന്ദർഭങ്ങൾക്ക് കൂടുതൽ സാധ്യത സൃഷ്ടിക്കുന്ന വിധത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോടുള്ള ഒരു സഹതാപ ശൈലി, അല്ലെങ്കിൽ സഹതാപമല്ല, ഒരു ആഭിമുഖ്യ ശൈലി, അവരെ പ്രീണിപ്പിക്കാനും പ്രീതിപ്പെടുത്താനുമുള്ള ഒരു ശൈലി, അവരിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള ഒരു ശൈലി, ഇതെല്ലാം കൂടെ വാസ്തവത്തിൽ ഈ ക്രൈസ്തവത്വത്തിന്റെ അടിസ്ഥാന താല്പര്യങ്ങളെ നിഷേധിക്കുന്നതാണ്. അതിനെതിരെ ഒരു ശബ്ദമുണ്ടാകണം എന്നുള്ള നിർബന്ധം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. സഭാ നേതൃത്വത്തിന് ഒരു ഉണർവുണ്ടാകുമോ എന്ന രീതിയിൽ ഒരു ചെറിയ കൊട്ടു കൊടുത്തതാണ്. സഭാ നേതൃത്വത്തിനും അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും തിരുമേനിമാർക്കും ഒക്കെ സമൂഹത്തിൽ വലിയൊരു വില പൊതുജനങ്ങൾ പൊതുവെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കത്തോലിക്കരായ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രമല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ശബ്ദം പുറപ്പെടുവിക്കേണ്ടത്. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ എല്ലാ ദിവസവും എന്ന പോലെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളിലൊന്നും ഇവരാരും ഒരു പ്രതിഷേധവും ഉയർത്തുന്നില്ലല്ലോ. ഇല്ല, അതാണ് എൻ്റെ പ്രശ്നം. നിരന്തരമായ ചോദ്യങ്ങൾ, സമ്മർദ്ദങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒരു പരിവർത്തനം ഉണ്ടാകും കുറച്ചെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇവരെ വിളിച്ച് പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അവരിതൊരു സൗകര്യമായിട്ട് കാണുകയുള്ളൂ. ഈ നോർത്ത് ഇന്ത്യയിലായാൽ പോലും ക്രൈസ്തവ സമൂഹത്തിന്, അതുപോലെ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഒക്കെ അത്ര ചെറുതല്ലാത്ത, എന്നാൽ വളരെ വലുതല്ല, സ്വാധീനമുണ്ട്. ആ സ്വാധീനം നഷ്ടപ്പെടുത്താൻ പൊതുസമൂഹം ഇഷ്ടപ്പെടുമെന്ന് വരുന്നില്ല. അപ്പൊ പൊതുസമൂഹം തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. എന്തിനാണ് ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ ഉപദ്രവിക്കുന്നത്? അങ്ങനെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ കൂടെ ഉണ്ടാവില്ല എന്ന് ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാൻ ധരിക്കുന്നത്. ക്രൈസ്തവൻ അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം ക്രൈസ്തവൻ പിന്തുടരുന്നത് നസ്രാത്തുകാരൻ യേശുവിനെയാണ്. യേശുവിന്റെ സമീപനം അതായിരുന്നു. ഒന്ന്, യഹൂദ സമൂഹത്തിനെതിരെ, അതിൻ്റെ നീതിനിഷേധപരമായ അക്രമപരമായ ശൈലിക്കെതിരെ നിരന്തരമായി ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഹെറോദിനെ ആ കുറുക്കൻ എന്നാണ് വിളിച്ചത്. അപ്പോ അവിടെ രാഷ്ട്രീയമായും സാമൂഹികമായും മതപരമായും ഉള്ള ഒരു വിമർശനത്തിന്റെ ശൈലി യേശുവിൽ നിന്ന് അവന്റെ അനുയായികളാണ് എന്ന് അവകാശപ്പെടുന്നവർ ചെയ്യേണ്ടതാണ്. അതില്ല എന്ന് മാത്രമല്ല, മറുവശത്ത് അത്തരം ആളുകളെ ഒന്നുകിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ
അവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മൂന്നാമത് ഇപ്പൊ പറഞ്ഞതുപോലെ അവനവന്റെ ദേഹത്ത് തൊടുമ്പോൾ മാത്രം പ്രതികരിക്കാൻ ശ്രമിക്കുക. ഇതേതായാലും ആ നസ്രാതുകാരന്റെ അനുയായി എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള ഒരു പ്രതികരണമല്ല. ഇപ്പൊ കഴിഞ്ഞ ക്രിസ്തുമസിന് മോദിയും ബിഷപ്പുമാരും എല്ലാം കൂടെ ഒന്നിച്ചു കൂടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ എന്തോ വലിയ പിന്നെ മാറ്റം വന്ന പോലെയാണ് എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്ത്യൻ ഹിന്ദുത്വ ബന്ധം എന്നൊക്കെ അഭിമാനിച്ച് നടന്ന ഒരാളാണ് നമ്മളുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കും, ഉത്തരം പറയാൻ പറ്റാതെ ബബബ എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ 92 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ നാസി ഗവൺമെന്റുമായി കത്തോലിക്ക സഭ, അതായത് സാക്ഷാൽ വത്തിക്കാൻ തന്നെ ഒപ്പിട്ടൊരു കരാറുണ്ടായിരുന്നു. കത്തോലിക്കരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് പകരം ഹിറ്റ്ലറെ സഭ പിന്തുണയ്ക്കും എന്നുള്ളത്. അപ്പൊ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഹിറ്റ്ലർക്ക് എന്ത് കത്തോലിക്കരെ എന്ത് നാസികളൊക്കെ സഭയെ നന്നായി വേട്ടയാടുകയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അന്ന് ജർമ്മനിയിലെ ക്രിസ്ത്യൻ സഭകൾ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭകളൊക്കെ പിന്തുണയ്ക്കാനുള്ള കാരണം നാസികൾ കമ്മ്യൂണിസത്തിനും മതേതരത്വത്തിനും എതിരായിരുന്നു എന്നതായിരുന്നു. ശത്രുവിന്റെ ശത്രു എന്ന എളുപ്പത്തിലുള്ള ഒരു ലൈൻ. സമാനമായ സാഹചര്യമാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത്. BJPയും ഹിന്ദുത്വയും പറയുന്നത് അവരുടെ ശത്രുക്കളാണ് കമ്മ്യൂണിസ്റ്റുകാര്, സെക്യുലറിസ്റ്റുകൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളും ശത്രുക്കളാണെന്ന് അവർ പറയുന്നുണ്ട്. കേരളത്തിൽ വോട്ട് പിടിക്കണം എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനികളുടെ കാര്യം കേരളത്തിൽ പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മയുണ്ടാകുമോ എന്ന് വേദപുസ്തകത്തിൽ നഥാനിയേൽ ചോദിച്ചതുപോലും നാഗ്പൂരിൽ നിന്ന് അതുപോലെ ഒരു ചോദ്യം ചോദിച്ചാൽ നാഗ്പൂരിൽ നിന്ന് ക്രിസ്ത്യാനികൾക്ക് വല്ല നന്മയും പ്രതീക്ഷിക്കാൻ കഴിയുമോ? ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ പരസ്പര വിരുദ്ധമായ ഒരു കാര്യമാണ്. കോടതി പറയട്ടെ എന്നാണ്. കോടതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? തെറ്റായ ആരോപണങ്ങൾ വഴിയാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോടതി പറഞ്ഞാൽ കോടതി നടപ്പാക്കിക്കൊള്ളും, ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. മറിച്ച് ഈ അധികാരം കിട്ടിയത് നിലനിർത്താനുള്ള ഒരു പരിശ്രമവും തൻ്റെ ആ നേതൃത്വത്തെ തള്ളിപ്പറയാനുള്ള മടിയും അദ്ദേഹത്തിൽ പ്രകടമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ ക്രൈസ്തവന്റെ വോട്ട് കൊണ്ട് ജയിച്ച ആളൊന്നും അല്ലല്ലോ. അതെ അതെ, അദ്ദേഹം നോമിനേറ്റഡ് ആണ്. അല്ല, പേര് പക്ഷേ ജോർജ് കുര്യൻ എന്നാണല്ലോ പേര്. അപ്പൊ അദ്ദേഹം ഒരു നമ്മൾ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ടൊന്നും കരുതണ്ടായില്ല, ഒരു BJPക്കാരെന്ന് കണ്ടാൽ മതി അല്ലെ, പേരങ്ങോട്ട് മാറ്റി വെച്ചിട്ട്. അത്രേ ഉള്ളൂ. അത് പല രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് കുറെ കൂടെ ബാധ്യതയുണ്ട്. കാരണം തെരഞ്ഞെടുക്കപ്പെടാതെ തന്നെ ഒരു സാധാരണ പ്രവർത്തകനായി ജീവിച്ചിരുന്ന ഒരാള്, വളരെ നിശബ്ദനായ ഒരു മനുഷ്യൻ, പക്ഷെ വളരെ പെട്ടെന്ന് കേന്ദ്രത്തിലെ ഒരു മന്ത്രിയായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നഷ്ടപ്പെടാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. ഒരു അഭിപ്രായ പ്രകടനം പോലും തീർച്ചയായിട്ടും അതൊരു ടെസ്റ്റ് കേസായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ പോലും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു പ്രതികരണത്തില്. അല്ല, രാജീവ് ചന്ദ്രശേഖരൻ വാസ്തവത്തില് ഈ ഏഷ്യാനെറ്റ് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് ഇങ്ങനെ തന്നെയാണോ? വളരെ വ്യത്യസ്തമായ ഒരു 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 തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അടുത്തിടെ ഒരു ആള് ഈ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഏഷ്യാനെറ്റിലേക്ക്, ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്, അങ്ങനെയൊക്കെ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു 7:45 പ്രധാനമന്ത്രിയുടെ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടാകുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ എൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലും നമുക്ക് ഒരു പരിധി വരെ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഇതുപോലെ ഒരു മാന്യതയുണ്ടല്ലോ അതുണ്ട്. അവരുടെ കച്ചവടത്തിന് നഷ്ടം വരുന്ന ഒരു പണി അവർ ചെയ്യില്ല. ഉണ്ണി ബാലകൃഷ്ണനെ ഇഷ്ടാ? ഉണ്ണി ബാലകൃഷ്ണന്റെ അവതരണ ശൈലി, അദ്ദേഹത്തിന്റെ ഈ അനാലിസിസ് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ 2008 ഒഡീഷയിലെ കാണ്ടമാലിൽ നടന്നത് ക്രിസ്ത്യാനികളുടെ ഒരു വലിയൊരു ക്രിസ്ത്യൻ കൂട്ടക്കൊല തന്നെയാണ് നടന്നത്. 39 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു, 395-ലധികം പള്ളികളും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും ഒക്കെ തകർക്കപ്പെട്ടു. കന്യാസ്ത്രീകളെ ഞാൻ അവിടെ പോയി കണ്ടതാണ്. എന്താ ഭയങ്കര ഭീകരമായൊരു കാഴ്ചയായിരുന്നല്ലോ അപ്പൊ ആ കണ്ടത്. എന്താ അച്ഛൻ കണ്ട ആ കാഴ്ച എന്തായിരുന്നു? ഭയങ്കര ഭീകരായിരുന്നോ? തീർച്ചയായിട്ടും. ഒരു 50,000 ഭവനങ്ങൾ
ഉം. ഒന്നുകിൽ അഗ്നിക്ക് ഇരയാക്കി, അല്ലെങ്കിൽ ആക്രമിച്ച് തകർത്തു. ആ, ചത്ത പശുവിന്റെ മുൻപിൽ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും നഗ്നരാക്കി നിർത്തി ചിത്രമെടുത്ത് പ്രചരിപ്പിച്ച് അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഉം. ഞാൻ അവിടുത്തെ കത്തോലിക്ക ബിഷപ്പിനെ കാണാൻ പോയി ഈ സമയത്ത്. അദ്ദേഹം ഇരുന്ന് കരയായിരുന്നു. തൃശ്ശൂർക്കാരൻ ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ സഭ പോലും അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിൽ അദ്ദേഹത്തിന് വളരെ ഖേദമുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു, റിട്ടയർ ചെയ്തിട്ട്. അദ്ദേഹത്തെ വേണമെങ്കിൽ നിലനിർത്താമായിരുന്നു, പക്ഷെ അദ്ദേഹത്തെ റിട്ടയർ ചെയ്യുകയായിരുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തെ അവിടെ എല്ലാം എന്തോ സഭ എന്തുകൊണ്ട് അദ്ദേഹത്തെ കൂടെ നിർത്തിയില്ല? അല്ല, ഇത് നോർത്ത് ഇന്ത്യയിൽ സൗകര്യപ്രദമായി പ്രവർത്തിക്കാൻ സൗകര്യമുണ്ടാകണമെങ്കിൽ ഇവരെ പ്രീതിപ്പെടുത്തിയാലേ മതിയാവൂ എന്നൊരു ധാരണ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ വൈകാതെ ഇ.ഡി. വരും എന്ന് എന്നോട് പല ആളുകളും ഇങ്ങനെ പറയുന്നുണ്ട്. ഇ.ഡി. വന്ന ഇ.ഡി. അത് പേടിച്ച് നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കാതിരുന്നാൽ നമ്മളല്ലാതെ ആവുകയാണ്. അതാണ് പ്രശ്നം. വികസനത്തിന്റെ പേരിൽ അത് സഭ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ആദിവാസികളെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ടല്ലോ ഇവര്. തീർച്ചയായിട്ടും മോദിയുടെ ഒരു വികസന അജണ്ടയ്ക്കും മത അജണ്ടയ്ക്കും ഒക്കെ ഒരുപോലെ കരടാവുകയാണോ വടക്കേ ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാര്? എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാരെ വടക്കേ ഇന്ത്യയിൽ ഇത്രയേറെ ടാർഗറ്റ് ചെയ്ത് ഒരു സംഘപരിവാർ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്? ഒരു 100% സവർണ ഹൈന്ദവ രാഷ്ട്രമാക്കുക എന്നുള്ളത്. ഇതാണല്ലോ ഇസ്രായേലിന്റെ പരിപാടി. അത് തന്നെയാണ്. അതേ പദ്ധതി തന്നെയാണ് ഇവര് സുഹൃത്തുക്കളാണ്. അതേ പദ്ധതി തന്നെയാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. സാവകാശം അധികാരത്തിന്റെ ബലത്തിലൂടെ ഈ രാജ്യത്തെ ഒരു സവർണ മേധാവിത്വത്തിൽ ഭരിക്കപ്പെടുന്ന രാജ്യമാക്കി തീർക്കുക. അതാണ് ലക്ഷ്യം. അതാണ് വാസ്തവത്തിൽ പ്രഖ്യാപിത ലക്ഷ്യമാണ്. പുസ്തകത്തിൽ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. വിചാരധാരയില്. അപ്പൊ അത് മെല്ലെ മെല്ലെ അത് മനസ്സിലാക്കാൻ മണ്ടന്മാരായ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് ഇപ്പൊ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നത്, ആക്രമണങ്ങളെ അങ്ങനെ കാണുന്നില്ല അല്ലെ? ഇല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഭാഗമായിട്ടാ കാണുന്നത്. വളരെ ശ്രദ്ധയോടെ ക്രോഡീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമാണിത്. ഒറ്റപ്പെട്ടതാണെന്ന് ഒരുപക്ഷെ ചിലർക്ക് തോന്നും. വളരെ നിഷ്കളങ്കരായ അല്ലെങ്കിൽ നിഷ്കളങ്കരായി അഭിനയിക്കുന്നവർക്ക് തോന്നും, തീർച്ചയായിട്ടും. പക്ഷെ അല്ല. ആൻഡമാനിൽ നടന്നതുപോലെയോ അല്ലെങ്കിൽ ഗുജറാത്തിൽ നടന്നതുപോലെയോ മണിപ്പൂരിൽ നടന്നതുപോലെയോ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നടക്കുന്ന ഈ ഒച്ചയും ബഹളമൊക്കെ ഈ കന്യാസ്ത്രീകള് പ്രബലമായ സീറോ മലബാർ സഭാംഗങ്ങളായതുകൊണ്ടും സുറിയാനി ക്രിസ്ത്യാനികളും ആയതുകൊണ്ടൊക്കെയാണ് ഈ പ്രതിഷേധം ഉണ്ടായത് എന്ന് തോന്നുന്നുണ്ടോ? എത്രയോ പള്ളികൾ, പ്രാർത്ഥന നടക്കുന്ന ഇടങ്ങൾ, വീടുകളൊക്കെ ആക്രമിക്കപ്പെടുന്നുണ്ടായിരുന്നു. ബജ്രംഗ് ദളിന്റെ ഈര പലപ്പോഴും പ്രൊട്ടസ്റ്റ് സുവിശേഷകരുമായിരുന്നു. അവരെ കേരളത്തിലെ സവർണ കത്തോലിക്കരും യാക്കോബായക്കാരും ഓർത്തഡോക്സും ഒക്കെ കാണുന്ന ഒരു വലിയ അനാവശ്യ തലവേദന പോലെയാണ്. അതുകൊണ്ടാണോ പാസ്റ്റർമാർ ആക്രമിക്കപ്പെടുമ്പോൾ കേരളത്തിൽ ഒരു ബഹളവും പ്രശ്നവും പ്രതിഷേധവും ഒന്നും ഇല്ലാതിരിക്കുന്നത്? എന്തുകൊണ്ടാ? പാസ്റ്റർമാർ പ്രധാനമായിട്ടും ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ഇപ്പൊ അങ്ങനെയല്ല അധികവും എങ്കിൽ പോലും പ്രവർത്തിച്ചിരുന്ന. അപ്പോൾ പൊതു ക്രൈസ്തവ മേഖലയിൽ ഈ വിഭാഗത്തെ, അതായത് പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയാനൊക്കില്ല, പെന്റക്കോസ്റ്റൽ വിഭാഗത്തെ ഒരു മെയിൻ ലൈൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് അംഗീകരിക്കുന്നില്ല. അതിന് ഒരു കാരണം, അവർ ഈ മെയിൻ ലൈൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ആളുകളെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ആളുകളെ കട്ടുകൊണ്ട് പോകുന്ന ആളുകളെ ഞങ്ങൾ എന്തിനാ പിന്താങ്ങുന്നത് എന്നൊരു ചോദ്യം. അതില് ഇവിടെ ആയാലും അവിടെ ആയാലും ക്രിസ്ത്യാനിയാണല്ലോ. ധാരാളം ആളുകൾക്ക് വൈകാരികമായ ഒരു ഉന്മാദം ഉണ്ടാകും ഈ പെന്റക്കോസ്റ്റൽ ഗ്രൂപ്പിലൊക്കെ ചെല്ലുമ്പോൾ. അത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അത് ആവശ്യമുള്ള ആളുകളുമുണ്ട് ചിലപ്പോൾ. കാരണം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, ജോലിയിലെ തൊഴിലിലെ ഒക്കെ പ്രശ്നങ്ങൾ ഒക്കെ വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കാനായിട്ട് ഇവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ പറഞ്ഞു, അങ്ങനെ ഉള്ള ആളുകളുണ്ട്. പക്ഷെ അവരെ പൂർണ്ണമായി അംഗീകരിക്കാൻ മറ്റ് മേജർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിന്
സാധിക്കുന്നില്ല. അപ്പൊ അവർക്ക് എതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും. അത് കുഴപ്പമില്ല, ഒരു രണ്ട് തല്ലുകൊള്ളുന്നത് നല്ലതാണ്, കാരണം ഞങ്ങളുടെ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നതാണ്. എന്നുവെച്ചാൽ പക്ഷേ അതിനപ്പുറത്ത് എന്തോ അല്ല, ചുരുക്കി പറഞ്ഞാൽ സുറിയാനി പക്ഷേ അതിനപ്പുറത്ത് സുറിയാനി അത് ക്രിസ്ത്യാനിയും തന്നെ അത് തന്നെ ഓർത്തഡോക്സുകാരനുമായ യൂഹനാൻ മാർ മിലിത്തിയോസിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഒന്നും ഒരു ആദിവാസി പാസ്റ്റർക്ക് കിട്ടില്ല. അപ്പൊ കഴിഞ്ഞ മാസം തന്നെയാണ് ഛത്തീസ്ഗഡിലെ കിട്ടില്ല. ദംദാദി ജില്ലയിൽ ഒരു പാസ്റ്റർ വക്കീൽ സാഹു ആക്രമിക്കപ്പെട്ടത്. ഒരു ഉദാഹരണം പറഞ്ഞു തന്നാൽ അപ്പൊ വലിയ വ്യത്യാസം ഉണ്ടല്ലേ തീർച്ചയായിട്ടും തമ്മില്? തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? രക്താണോ, ഞങ്ങളിങ്ങനെ പാരമ്പര്യാണോ? ഞങ്ങൾ അവകാശപ്പെടുന്നത് തന്നെ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യത്തിന് ഘടകവിരുദ്ധമായി നമ്പൂതിരിമാർക്കും കൂടി വരുന്നാണ് പറയുന്നത്. അങ്ങ് നമ്പൂതിരിയാണോ? തോമാസ് അല്ല, ഞാൻ വാസ്തവത്തിൽ ദളിതനായി എന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന പുലയരാണ്, ആദ്യകാലത്ത് ദ്രാവിഡരാണ്. ആ ദ്രാവിഡ വംശത്തിൽ നിന്ന് തന്നെയാണ് ഇവിടെ ക്രൈസ്തവരും ഉണ്ടായത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വരമ്പത്ത് ബ്രാഹ്മണരെ പ്രീണിപ്പിച്ച് കൊട ചൂടി നിന്നതുകൊണ്ട് കുറച്ച് നിറം മെച്ചപ്പെട്ടു പോയി എന്നുള്ളത് മാത്രം. അല്ല, ഇത് ഞാൻ സുരേഷ് പ്രസംഗിക്കുന്ന ഗോപിയുടെ ഒരു പോലെ അടുത്ത കാര്യമാണ്. ജന്മത്തിലെങ്കിലും ഒരു പൂണൂല് കിട്ടണമെന്നുണ്ടോ? ഒരാഗ്രഹവും ഇല്ല, ഒരാഗ്രഹവും ഇല്ല. ഇത് തന്നെ ഞാൻ സംതൃപ്തനാണ്. അത് തന്നെയല്ല, ഈ ഇവിടുത്തെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ വിഭാഗത്തില് ഈ ദളിതരും സുറിയാനിക്കാരും തമ്മിൽ വലിയൊരു സമരമുണ്ടായിരുന്നു. ആ സമരകാലത്ത് ഞാൻ ദളിതരുടെ കൂടെയായിരുന്നു. ക്ലാസ്സുകൾ എടുക്കാൻ പോവുകയും അവരുടെ സംഘങ്ങളിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്, ബിഷപ്പായതിനു ശേഷം തന്നെ. അപ്പൊ വാസ്തവത്തിൽ അവരാണ് ഈ ഭൂമിയുടെ അവകാശികൾ. ആ ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ സവർണർ എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ മുഖ്യധാരയിലുള്ള ക്രിസ്ത്യാനികൾ ഇവരെ ഉപയോഗിച്ച് വലുതായ ആളുകളാണ്. ഈ ഭൂമിയുടെ കൃഷിസ്ഥലത്തിന്റെ ഒക്കെ അവകാശികൾ വാസ്തവത്തിൽ ഈ ദ്രാവിഡരായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയിട്ട് ദേവസ്വമാക്കി, ആ ദേവസ്വത്തിന്റെ ചുമതലക്കാരാക്കിയ ആളുകളാണ് ഞങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കുറച്ചുകൂടെ സാമ്പത്തികവും സാമൂഹികവുമായ നേട്ടങ്ങളുണ്ടായി. ഇപ്പൊ നമ്പൂതിരിയുടെ അടുത്ത് നേരിട്ട് കയറി ചെല്ലാവുന്ന ആളുകൾ മറ്റേ പുറത്ത് വന്ന് നിൽക്കാനേ ഒക്കെ ആയിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അവകാശങ്ങൾ ലഭ്യമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മിടുക്കന്മാരാണ് എന്നൊരു തോന്നൽ വന്നു. സത്യത്തിൽ അതൊന്നുമല്ല, അധ്വാനിക്കാൻ മടിയുള്ളവരാണ്. അടിസ്ഥാനപരമായ ദ്രാവിഡരാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കിയാലേ, ഇപ്പൊ റോമൻ കത്തോലിക്കർക്കാണെങ്കിൽ ലത്തീൻ കത്തോലിക്കരെ കണ്ടുകൂടാ. യാക്കോബായും ഓർത്തഡോക്സും തമ്മിൽ വലിയ അടിപിടി നടക്കുന്നു. ഇവർക്ക് ആർക്കും പെന്തക്കോസ്തുകാരെ തീരെ കണ്ടുകൂടാ. കുമ്പനാട്ടെ സവർണ പെന്തക്കോസ്തുകാർക്ക് ചെങ്ങന്നൂരുള്ള ദളിത് പെന്തക്കോസ്തുകാരെ ചീത്തയായിട്ട് കാണുന്നു. അപ്പൊ CAIയിലെ സുറിയാനിക്കാരായ മധ്യ കേരള മഹാ ഇടവകക്കാർക്ക് പിന്നെ ദളിതരും ഒക്കെ നാടാന്മാരുമുള്ള സൗത്ത് കേരള മഹാ ഇടവകയോട് അത്രയും താല്പര്യമില്ല. ഇവർക്ക് എല്ലാവർക്കും പക്ഷെ പൊതുവായൊരു സ്വഭാവമുണ്ട്. മുസ്ലിങ്ങളെ വലിയ സംശയമാണ്. ഹിന്ദുത്വവാദികൾക്ക് ഈ പറഞ്ഞ എല്ലാവരും ഒരുപോലെ ശത്രുക്കളാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലെ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ ഒരു സമവായം എവിടെയാണ് ഉണ്ടാവുക? അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഈ നിരന്തരമായ വിലയിരുത്തൽ, നിരന്തരമായ പ്രതികരണം നിർവഹിച്ചുകൊണ്ട് മാത്രമേ അത് സാധിക്കൂ. ഉണ്ടാകുന്ന സംഭവങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാതെ എല്ലാ സംഭവങ്ങളും തുടർച്ചയുടെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാവണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂട്ടത്തിൽ ചേർക്കാനും സാധിക്കണം. ഈ സമാന മനസ്കരായ ഒത്തിരി പേര് മറ്റ് സമുദായങ്ങളിലുണ്ട്, മറ്റു വിഭാഗങ്ങളിലുണ്ട്, മറ്റു രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്. അവരെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റം സാധിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനൊരു ഒരു എന്നാ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ള ഒരാളാണ്. ഒരു സമവായം ഉണ്ടായി ഒന്നിച്ചുള്ള പോരാട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നു കരുതുന്നുണ്ട്. എന്തോ ഒരു സമവായമൊക്കെ ഉണ്ടായി ഒന്നിച്ചുള്ള ഒരു പോരാട്ടത്തിലേക്ക് നമ്മൾ എത്തുവോ ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെ? എത്താവുന്നതാണ്. പക്ഷേ അങ്ങനെയൊക്കെ സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും
അവനവന്റെ പശ്ചാത്തലം സുരക്ഷിതമാക്കാനുള്ള ഒരു ശ്രമം കൂടെ ഉണ്ടാകും. അത് കുറച്ച് കൊണ്ടുവന്നിട്ട് സമ്പൂർണമായ ഒരു ഐക്യത്തിലേക്കും ആ ഐക്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തന ശൈലിയിലേക്കും കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാന്തമാലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ അങ്ങയുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ അന്തരിച്ച ചലച്ചിത്ര സംവിധായകനുണ്ടായിരുന്നു KP ശശി. അദ്ദേഹം കാന്തമാലിലെ ക്രിസ്ത്യൻ കൂട്ടക്കൊലയെ കുറിച്ച് വോയിസ് ഫ്രം ദ റൂയിസൻസ്, കാന്തമാൽ ഇൻ സെർച്ച് ഓഫ് ജസ്റ്റിസ് എന്ന പേരിൽ ഒരു 1.5 മണിക്കൂർ വരുന്ന ഒരു ഡോക്യുമെന്ററി 7 വർഷത്തോളം എടുത്താണ് പൂർത്തിയാക്കിയത്. സാമ്പത്തികമായിട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം അത് പൂർത്തിയാക്കിയത്. പക്ഷെ ഇവിടുത്തെ ഒരു ബിഷപ്പുമാരോ പ്രമുഖ ക്രിസ്ത്യാനികളോ സഭയോ ഒന്നും അദ്ദേഹത്തെ അതിന് സഹായിക്കാൻ തയ്യാറായില്ല. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന ഏറ്റവും വലിയൊരു വംശഹത്യ ഡോക്യുമെന്റ് ചെയ്യാൻ ഇറങ്ങിയ ഒരു സംവിധായകനെ ക്രിസ്ത്യാനികളും ബിഷപ്പുമാരും ഒക്കെ അകറ്റി നിർത്തുകയാണ് ചെയ്ത്, ഒരു സഹായം ചെയ്തില്ല. ആ ഡോക്യുമെന്ററി ഇന്നേ വരെ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ വിഭാഗവും അവരുടെ പരിപാടിയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചിട്ടില്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസം countercurrents.org ഒരു വെബ് പോർട്ടലിൽ എഡിറ്ററായ ബിനു മാത്യു എഴുതി കണ്ടു. ഇങ്ങനെ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ ഡോക്യുമെന്ററി കണ്ടിട്ടില്ല? എനിക്കും എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ഞാൻ ലിങ്ക് അയക്കാം. ഓക്കെ. അപ്പൊ എന്താ അതില് ഞാൻ പറഞ്ഞില്ലേ, ആ ഒഡീഷയിലുണ്ടായിരുന്ന ബിഷപ്പിന്റെ ദുഃഖം പോലും കേൾക്കാൻ സഭയ്ക്ക് സാധിച്ചില്ല. ഈ 50,000 പേരെ തല്ലി ഓടിച്ചപ്പോൾ ഞാൻ കണ്ടതാണ്. കത്തോലിക്കരുടെയും CNIക്കാരുടെയും പള്ളികൾ തകർന്നു കിടക്കുന്നത്, വീടുകൾ തകർന്നു കിടക്കുന്നത്. എന്നിട്ട് പോലും അവിടെയുള്ള ആളുകൾക്ക് വേണ്ടത്ര ഒരു പങ്കാളിത്തം കൊടുക്കാൻ സഭയ്ക്ക് സാധിച്ചിട്ടില്ല. ഞാൻ പോയത് വേറൊരു സമൂഹത്തിന്റെ, ഒരു കൗൺസിൽ ഫോർ വേൾഡ് മിഷൻ എന്ന് പറഞ്ഞൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ ഒരു പഠന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അതൊരു വിദേശ സമൂഹമാണ്, ഭാരതീയമല്ല. ഇവിടെ ആ ബിഷപ്പിന്റെ ദുഃഖം കേൾക്കാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല കാലത്ത്. അതെ, അപ്പോഴാണ് നമ്മൾ ഡോക്യുമെന്ററിയെ കുറിച്ച് പറയുന്നത് തന്നെ പരിഹാസ്യമാണ് ശരിക്കും. അതെ അതെ അതെ.